ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം കുരിശു വരയ്ക്കും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പള്ളിക്ക് മുൻപിലൂടെ പോകുമ്പോൾ, അങ്ങനെ ഒരുപാട് തവണ നമ്മൾ കുരിശു വരയ്ക്കാറുണ്ട്, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് കുരിശു വരയ്ക്കുന്നത്? പലരും കുരിശു വരയ്ക്കുന്നത് ശരിയായ രീതിയിലല്ല. പെട്ടെന്ന് നെറ്റിയിലാണോ നെഞ്ചിലാണോ തൊടുന്നതെന്ന് അവർക്കറിയില്ല. കൈവീശി കാണിക്കുന്ന ഒരു ശീലം. സഹോദരങ്ങളെ, അതൊരു വെറുമൊരു പ്രാർത്ഥനാ രീതിയല്ല, എന്നാൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സ്വർഗീയ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ലോകത്തിലുള്ള സകല ദുഷ്ടാരൂപികളെയും വിറപ്പിക്കുന്ന സ്വർഗം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് കുരിശടയാളം. നിങ്ങൾ ഭക്തിയോടെ നെറ്റിയിലും നെഞ്ചിലും തോൾ ഭാഗങ്ങളിലും തൊട്ട് കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും അദൃശ്യമായ വലിയൊരു കവചം തീർക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുരിശു വരയ്ക്കുമ്പോൾ ആത്മീയ ലോകത്ത് പിശാചുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ഭയാനകരമായ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരിക്കലും നിങ്ങൾ അശ്രദ്ധമായി കുരിശ് വരയ്ക്കില്ല. ഈ വലിയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പിശാചിൻ്റെ സകല ആക്രമണങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു സംരക്ഷണം ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ഈശോയെ, അങ്ങയുടെ തിരുക്കുരിശിൻ്റെ ശക്തിയാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. നിങ്ങളുടെ ഈ സമർപ്പണം നരകത്തിനെതിരെയുള്ള വലിയൊരു പ്രഖ്യാപനമായി മാറട്ടെ. ഒന്നാമത്തെ അടയാളം. സഹോദരങ്ങളെ, കുരിശടയാളം എന്നത് വെറുമൊരു അടയാളമല്ല, വെറുമൊരു ചടങ്ങ് മാത്രമല്ല. പിശാചുക്കൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വിശുദ്ധ ജലത്തെയും കുരിശ് അടയാളത്തെയുമാണ്. കുരിശ് വരയ്ക്കുന്നവൻ്റെ മുൻപിൽ നിൽക്കാൻ നരകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം നിങ്ങൾ കുരിശു വരയ്ക്കുമ്പോൾ പിശാച് കാൽവരിയിൽ പരാജയപ്പെട്ട ആ വലിയ ഓർമ്മയാണ് അവനിലേക്ക് വരുന്നത്. കുരിശിനെ പറ്റിയുള്ള വചനം നാശമടയുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ വീടിന് പുറത്തേക്കിറങ്ങുമ്പോൾ ഭക്തിയോടെ ഒന്ന് കുരിശു വരച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ കൂടെ, നിങ്ങളുടെ യാത്രയുടെ കൂടെ കാൽവരിയിലെ ആ വലിയ ശക്തി ഒരു കാവലായി മാറും. രണ്ടാമത്തെ അടയാളം ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ കുരിശു വരയ്ക്കേണ്ടത്? നിങ്ങളുടെ നെറ്റിയിലും നെഞ്ചിലും തോൾ ഭാഗങ്ങളിലും തൊട്ട് കുരിശു വരയ്ക്കുക. നിങ്ങൾ ഭയപ്പെടുന്ന സമയത്ത് ശരിയായ രീതിയിൽ കുരിശു വരയ്ക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണ കവചം തീർക്കപ്പെടുകയാണ്. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. മൂന്നാമതായി, നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ ശരീരത്തിൽ തൊടുന്നതിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ പിതാവിൻ്റെയും എന്ന് പറഞ്ഞ് നെറ്റിയിൽ തൊടുമ്പോൾ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ സകല ചിന്തകളെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ തലയിലുള്ള സകല അശുദ്ധ ചിന്തകളും ടെൻഷനും അവിടെ സ്വർഗത്തിന് സ്വന്തമാവുകയാണ്. പുത്രൻ്റെയും എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചിൽ തൊടുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും സകല വികാരങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞ് രണ്ട് തോളിൻ്റെ അറ്റത്ത് നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെയും നമ്മുടെ ജോലിസ്ഥലത്തെയും നമ്മൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന സകല കാര്യങ്ങളെയും ദൈവാത്മാവിന് സമർപ്പിക്കുകയാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും അധ്വാനത്തെയും നിങ്ങൾ പൂർണ്ണമായും സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. വചനം പറയുന്നത് പോലെ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. മത്തായി 22:37. ഈ രീതിയിൽ അർത്ഥം മനസ്സിലാക്കി കുരിശു വരച്ചാൽ ആ നിമിഷം നിങ്ങൾക്ക് വരാനിരിക്കുന്ന സകല തടസ്സങ്ങളെയും പിശാചിനെ മാറ്റേണ്ടി വരും. നാലാമത്തെ രഹസ്യം വളരെ നിർണായകമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഭക്ഷണത്തിന്മേൽ കുരിശു വരയ്ക്കുന്നത്? വെറുമൊരു നന്ദി പ്രകടനമാണോ? അല്ല സഹോദരങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലരും തൊട്ടതാണ്, പല വികാരങ്ങളോടെ ഉണ്ടാക്കിയതാണ്. അതിൽ ചിലപ്പോൾ അദൃശ്യമായ ചില ചിന്തകളെയും തിന്മകളെയും അശുദ്ധികളുടെയും സാന്നിധ്യമുണ്ടാകാം. നിങ്ങൾ ആ ഭക്ഷണത്തിന്മേൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്താൽ ആ ഭക്ഷണം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ
മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അവരുടെ നെറ്റിയിൽ കുരിശു വരച്ച് അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ വിരലുകൊണ്ട് അവരുടെ നെറ്റിയിൽ വരയ്ക്കുന്നത് ഈശോയുടെ കുരിശാണ്. ആ കുരിശടയാളം അവരുടെ നെറ്റിയിൽ ഉള്ളിടത്തോളം കാലം ലോകത്തിലെ ഒരു മന്ത്രവാദത്തിനും ഒരു ദുർമന്ത്രത്തിനും നിങ്ങളുടെ മക്കളെ തൊടാൻ കഴിയില്ല. തലമുറ ശാപങ്ങളെ പൊട്ടിച്ചെറിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഇത്. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. മാർക്കോസ് 10:16. നിങ്ങൾ സ്വന്തം മക്കളുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ സാക്ഷാൽ ഈശോ അവിടെ വന്ന് അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെയും അവസാനത്തെയുമായ കാര്യം, ഇത്രയും വലിയൊരു ആയുധമായ കുരിശടയാളത്തെ നമ്മൾ എങ്ങനെയാണ് അപമാനിക്കുന്നത് എന്ന് ചിന്തിക്കുക. നമ്മൾ വേഗത്തിൽ തലോടുന്നത് പോലെ അല്ലെങ്കിൽ തൊടുന്നത് പോലെ കുരിശടയാളം വരയ്ക്കുമ്പോൾ പിശാച് നമ്മളെ നോക്കി ചിരിക്കുകയാണ്. കാരണം നമ്മൾ വരയ്ക്കുന്നത് യഥാർത്ഥത്തിൽ കുരിശടയാളമല്ല. നമ്മൾ അപമാനിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആയുധത്തെയാണ്. അതുകൊണ്ട് പിശാച് വളരെ സന്തോഷിക്കുന്നു. സഹോദരങ്ങളെ, പലർക്കും പൊതുസ്ഥലങ്ങളിൽ വെച്ചും ഹോട്ടലുകളിൽ വെച്ചും കുരിശ് വരയ്ക്കാൻ നാണമാണ്. ആരെങ്കിലും കാണുമോ എന്ന് വിചാരിച്ച് വളരെ വേഗത്തിൽ ചെറുതായി ഒന്ന് തൊട്ടിട്ട് കൈ താഴ്ത്തും. കുരിശിനെക്കുറിച്ച് ലജ്ജിക്കുന്നവനെക്കുറിച്ച് ബൈബിൾ പറയുന്ന വലിയൊരു താക്കീതുണ്ട്. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. മാർക്കോസ് 8:38. ഇനി മുതൽ നിങ്ങൾ കുരിശു വരയ്ക്കുമ്പോൾ അത് എവിടെ വെച്ചായാലും പൂർണ്ണ ഭക്തിയോടെ സാവധാനം വ്യക്തമായി നെറ്റിയിലും നെഞ്ചിലും തോൾ ഭാഗങ്ങളിലും തൊട്ട് വരയ്ക്കുക. ആ കുരിശ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയമായി മാറും. സഹോദരങ്ങളെ, നമ്മൾ ഭൂമിയിൽ വരയ്ക്കുന്ന കുരിശടയാളം സ്വർഗത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നുണ്ട്. അത് പിശാചിനെതിരെയുള്ള വാളും നിങ്ങളുടെ കുടുംബത്തിനുള്ള കവചവുമാണ്. ഈ കേട്ട വചനത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ഭവനങ്ങളെയും, നമ്മുടെ ഭാവിയെയും, നമ്മുടെ മക്കളെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.